ഇന്നേ അമ്മയ്ക്ക് ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകേണ്ട. എന്താണ് ആഗ്രഹം? പാല് കാച്ചണം. 10-ാം മറിയമാണ്. ഇന്ന് നല്ല ദിവസമാണ്. അതായത് നിന്ന് പാല് കാച്ചണം. അത് കഴിഞ്ഞ് പിന്നെ പാടാ ചതിക്കാരനെ കൊണ്ട് അത് നോക്കിയൊക്കെ ചെയ്യണം. അതൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് നല്ല ദിവസം നോക്കി ഞങ്ങളുടെ അടുപ്പൊന്നും ഇട്ടിട്ടില്ല. അടുപ്പൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പൊ 3 കല്ല് വെച്ച് ഞാൻ പാല് കാച്ചാൻ പോകുന്നു. അപ്പൊ പിള്ളേരെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? കൊടുക്കാതിരുന്ന കഴിഞ്ഞാൽ അവർക്ക് സങ്കടം ആവില്ലേ? അതുകൊണ്ട് എത്രയായാലും ഞാൻ സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇതെല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തുളസിയില, മന്ദാരത്തിന്റെ പൂവ്, പിന്നെ ഇവിടെ കത്തിക്കാനുള്ള ചൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂട്ടും പുതമ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എല്ലാവരും പാല് കാച്ചും. ഏറ്റവും നല്ലൊരു മുഹൂർത്തമുള്ളതാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും പാല് കാച്ചാൻ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്രയും ഓക്കെ പറഞ്ഞു. വീടിന്റെ ഈ വർക്കേരിയുടെ പണിയൊന്നും മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ പണി കഴിയുമ്പോഴേക്കും കുറെ ടൈം പിടിക്കും. അപ്പൊ ഇന്ന് എത്രയായാലും നല്ലൊരു ടൈം ആയതുകൊണ്ട് ഇന്ന് എത്രയായാലും പാല് കാച്ചാന്ന് വിചാരിച്ചു. വിളക്ക് കത്തിച്ചു തുടങ്ങി. ഇതൊന്ന് തുളസിയിലേക്ക് എടുത്തോണ്ട് ഇലക്കിട്ട് അമ്മ തന്നെയാണ് ശാന്തി. വിളക്കുണ്ടെന്ന് ഇവിടെ വെച്ച് വിളക്കേം തിരി കത്തിച്ചുകൊണ്ട് അടുപ്പിലോട്ട് വയ്ക്കണം. ഇപ്പൊ പാല് കാച്ചിക്കൊണ്ടിരിക്കണം. തിളച്ച് പൊന്തി അടുപ്പിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. പാല് തിളച്ച് അടുപ്പിൽ പോയി. കേൾക്കോട്ടേക്ക് നല്ല ലക്ഷണമാണ്. കേൾക്കോട്ടെ പാല് തിളച്ചടുപ്പിൽ പോയി. അപ്പൊ നല്ല ലക്ഷണമാണെന്ന് പറയണം. സന്തോഷമായി. സന്തോഷം മുഖത്തുണ്ട്. അല്ലേ? ഹാപ്പിയായോ? ഹാപ്പിയായി. പാല് കാച്ചി കിഴക്കോട്ട് പോയി. പാല് തിളച്ച് കിഴക്കോട്ട് പോയി. പാല് കാച്ചി കഴിഞ്ഞാണ് ഇവിടെ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ട്. കാക്ക അവിടെ കാക്ക വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറയണ അച്ചാച്ചനും അച്ചാമ്മയും ആരെങ്കിലും ആയിരിക്കുന്നു. മിക്കവാറും അച്ചാമ്മ വരാണ് ചാൻസ്. അച്ചാച്ചൻ അങ്ങനെ ഇപ്പൊ കാണണ്ട. അച്ചാമ്മ ഞങ്ങള് പാലൊക്കെ തിളപ്പിച്ചിട്ട് അച്ചാമ്മ അച്ചാമ്മയോട് പറഞ്ഞിട്ട് പാലൊക്കെ തിളപ്പിച്ചു.